ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താനെ ടു കണ്ണൂർ വരെയുള്ള ഒരു ട്രെയിൻ ജേണിയാണ്. ഞങ്ങൾ താനയിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ഗരീബ് രാത്ത് എക്സ്പ്രസ് ആണ്. ഇത് മുംബൈ LTT ടു ട്രിവാൻഡ്രം വരെയുള്ള ഒരു ട്രെയിനാണ്. വൈകുന്നേരം 5:07 താനയിൽ നിന്ന് ഈ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കുറച്ചൊരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി. ഞങ്ങളുടെ ടിക്കറ്റ് RAC കൺഫേം ആയതുകൊണ്ട് ഞങ്ങൾക്ക് സൈഡ് സീറ്റാണ് കിട്ടിയത്. സൈഡ് ലോവറും സൈഡ് അപ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സൈഡ് വ്യൂ കിട്ടിയത്. പക്ഷേ നൈറ്റ് ടൈം ആയതുകൊണ്ട് അത് അത്ര യൂസ്ഫുൾ ആയിരുന്നില്ല. ഡേ ടൈമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര സ്റ്റാർട്ടായി. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിൽ കൊണ്ടു നടക്കുന്നതാണ് ഒരു പുസ്തകം, സ്റ്റോറി ബുക്ക്, എന്തെങ്കിലുമൊക്കെ. ഇപ്രാവശ്യം കയ്യിൽ കിട്ടിയത് അറ്റോമിക് ഹാബിറ്റ്സ് ആണ്, ജെയിംസ് ക്ലിയറിൻ്റെ. പിന്നെ ഞങ്ങൾ നൈറ്റിലേക്കുള്ള ഫുഡ് നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൻവേലിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തത്. IRCTC വഴി ബിഗ് ബൗളിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഒരു റൈസ് താലിയും പിന്നെ അതിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഒരു മുട്ട പുഴുങ്ങിയത്, 2 ഇതിൽ ചിക്കൻ കറി ആയിരുന്നു. പിന്നെ ദാൽ കറിയും പച്ചടിയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇത് ടേസ്റ്റ്. പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു, 4 ചപ്പാത്തി ഉണ്ടായിരുന്നു, ചെറിയ പാക്കറ്റ് അച്ചാറും ഉണ്ടായിരുന്നു. ചപ്പാത്തി അല്ല, ഇത് റോട്ടിയാണ് ശരിക്കും. അച്ചാറ് ചെറിയ പാക്കറ്റ്. പിന്നെ കൂടെ പപ്പടം ഉണ്ടായിരുന്നു. ഇവിടെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, 2 ഗുലാബ് ജാമുൻ. അത്ര ഹൽദിറാമിൻ്റെ ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഇത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളിയും ചെറുനാരങ്ങയുടെ പീസും പപ്പടം, ഇത്രയായിരുന്നു റൈസ് താലിയിൽ ഉണ്ടായിരുന്നത്, നോൺ വെജ്. പിന്നെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു കറിയും പിന്നെ ഫ്രൈഡ് റൈസ് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്കൊരു കോംബോ ഓഫറിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ഹാഫ് റേറ്റ് മാത്രമേ ആയിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയപ്പോൾ രാത്രി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. നല്ല രസമായിരുന്നു രാത്രി പുറത്ത് നിൽക്കാൻ വേണ്ടി. വണ്ടി പിടിച്ചിട്ടതായിരുന്നു. ഇവിടെ ശരിക്കും സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല, ചിപ്ലിനായിരുന്നു ഇത്. ഞങ്ങൾ ട്രെയിനിൽ ഏകദേശം ഫുൾ മലയാളീസ് ആയിരുന്നു, നോർത്ത് ഇന്ത്യൻസ് കുറവായിരുന്നു. ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. പിന്നെ അവിടെ ഒരു ചായ വിൽക്കുന്ന കട കണ്ടു. അപ്പോൾ നേരെ ചായ കുടിക്കാമെന്ന് വെച്ച് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ച് നേരെ ട്രെയിനിൻ്റെ അകത്ത് രാത്രി ഞാൻ അപ്പർ ബർത്താണ് എടുത്തത്. ബുക്കും വായിച്ച് അങ്ങ് കിടന്നു. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയെന്ന് പറയാം. നെക്സ്റ്റ് ഡേ എണീച്ചപ്പോൾ മംഗലാപുരമാണ് കണ്ടത്. മംഗലാപുരത്ത് ഇത് വടയും സമൂസയും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഞങ്ങളൊരു പ്ലേറ്റ് വാങ്ങിച്ച്. പിന്നെ ഉണ്ടായിരുന്നത് ഉപ്മാവും അപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത്ര ഹെവി വേണ്ടാന്ന് വെച്ചിട്ട് ലൈറ്റായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ തേരാപ്പാര ഇങ്ങോട്ടും റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്ന്, കാരണം ഒരു അരമണിക്കൂറോളം മംഗലാപുരത്ത് ഇതിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തന്നെയായിരുന്നു നമ്മുടെ പല്ലതേപ്പൊക്കെ കഴിഞ്ഞത്. പിന്നെ ആ ഒരു പ്ലേറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങി. അന്നേരം അടുത്ത കടയിൽ പോയിട്ട് സമൂസയും ഉഴുന്നുവടയും വാങ്ങിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗരീബ് രാത്ത് എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സാറ്റർഡേ സൺഡേ ലീവൊക്കെ ആണെങ്കിൽ കയറാൻ പറ്റിയ ട്രെയിനാണ്. ഒരു ഹാഫ് ഡേ ലീവ് എടുത്താൽ, അല്ലെങ്കിൽ ലീവ് എടുക്കേണ്ട, ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയാൽ 5 മണിക്ക് താനയിൽ 5 മണിക്കാണ്. 5 മണിക്ക് അവിടെ നിന്ന് കയറിയാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 മണിയാകുമ്പോൾ കണ്ണൂരെത്തും. അപ്പോൾ അതൊരു നല്ല ടൈമിംഗ് ആണ്. 2005 ഈ ഗരീബ് രഥ് എക്സ്പ്രസ് അന്നത്തെ റെയിൽവേ മന്ത്രി കൊണ്ടുവരുന്നത്. ശരിക്കും രാജധാനി ശബരി എക്സ്പ്രസ് പോലുള്ള ട്രെയിനിന് നല്ല റേറ്റാണ്. അപ്പോൾ സാധാരണക്കാർ കൂടി പ്രയോജനമാകുന്ന രീതിയിൽ AC ട്രെയിൻ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ട്രെയിൻ കൊണ്ടുവന്നത്. ഈ ഗരീബ് രഥിൻ്റെ ഒരു മീനിങ് തന്നെ പാവങ്ങളുടെ രഥം എന്നാണ്. അപ്പോൾ ഇതിൽ ഫുള്ള് വരുന്നത് AC കോച്ചസ് ആണ്. പിന്നെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയതുകൊണ്ട് സ്റ്റോപ്പും കുറവാണ്. അതുകൊണ്ട് തന്നെ അധികം ട്രെയിനിൽ നിന്ന് മുഷിയില്ല, ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. എനിക്ക് പെട്ടെന്ന് എത്തിയ ഒരു ഫീലായിരുന്നു ഉണ്ടായത്. മംഗളക്കൊക്കെ വരുന്നതിനേക്കാളും, മംഗളാണെങ്കിൽ രാവിലെ 5 മണിക്കാണല്ലോ, കല്യാണം രാവിലെ 5 മണിക്കാണ്. അപ്പോൾ ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ട്രെയിൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ.
ക്ലീൻ ഞങ്ങളുടെ ബോഗിയത്തിൽ ക്ലീൻ ആയിരുന്നില്ല. പിന്നെ സീറ്റിൻ്റെ ഇത് വിട്ടും കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ കടയിൽ കയറിയിട്ട് കുറേ ആലോചിച്ചു ഇത് വാങ്ങണോ വേണ്ടത്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇവിടുന്ന് സമൂസയും ഉഴുന്നുവടയും വാങ്ങിച്ചു. ഞാൻ സമൂസയാണ്, എനിക്ക് ഉഴുന്നുവട അത്ര ഇഷ്ടമായിരുന്നില്ല. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൊരു ട്രെയിൻ നിർത്തുന്നുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നുള്ള ട്രെയിനാണെന്നറിയില്ല. കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ്, ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരേക്ക് വരുന്ന ട്രെയിനാണ്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കണ്ണൂരാണ് വരുന്നത്. എല്ലാവരും ട്രെയിൻ നോക്കി നിൽക്കായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ പോയിട്ടാണ് ആ ട്രെയിൻ പോയിട്ടാണ് പിന്നീട് ഞങ്ങളുടെ ട്രെയിൻ എടുത്തത്. ഞങ്ങളെക്കാളും മുമ്പ് എത്തുന്നത് ആ ട്രെയിൻ ആയിരിക്കണം, കണ്ണൂർ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ അതിന് ശേഷം എടുത്തു ആ ട്രെയിൻ. പിന്നെ കാസർഗോഡ് കഴിഞ്ഞപ്പോൾ നേത്രാവതി പുഴ എത്തി. ഞങ്ങൾ ഈ ഒരു ഭാഗത്താണ് കടലും പുഴയും ചേരുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അഴിമുഖം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല, നോക്കിയിരുന്നു, പക്ഷേ ഈ ഒരു ഏരിയയിലായിരുന്നില്ല. മംഗലാപുരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഫൈനലി നമ്മൾ കണ്ണൂർ റീച്ചായി. കണ്ണൂർ എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് കരുതി കണ്ണൂർ IRCTCൻ്റെ തന്നെ ഹോട്ടലിൽ കയറിയിട്ട്, റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. കൂടെ ഒരു വട, ഫ്രീ അല്ല, അവരവരുടെ ഇഷ്ടത്തിന് തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. ചട്നി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം. നമ്മൾ 10:30 ആയി ഹോട്ടലിൽ കയറുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.